ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും കേസ് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഇൻഫർമേഷനുകളൊക്കെ എന്തായാലും കിട്ടിയിട്ടെന്നാലുണ്ട്. ഓക്കെ, സംഭവം എന്ന് വെച്ചാൽ കേസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഫ്രണ്ട് മൈക്കിളില്ലേ, നമ്മുടെ മൈക്കിളിൻ്റെ റൂമിലുകളൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സിങ് റൂമുകളൊക്കെ ഉണ്ട്. ആ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ അടിയിലായിട്ടൊരു വലിയൊരു സീക്രട്ട് ബേസുകളൊക്കെ ഉണ്ട് കേസ്. ഓക്കെ, സത്യം പറഞ്ഞാൽ കേസ് ഈ ഒരു കാര്യം നമ്മുടെ മൈക്കിളിൽ തന്നെ കേസ് എന്തായാലും അറിഞ്ഞു തുടങ്ങി. മൈക്കിൾ അറിയണത് ഇപ്പോഴാണ്. എങ്ങനെയാണ് ഈ ഒരു സീക്രട്ട് ബേസ് വന്നതെന്നൊരു ഐഡിയ ഒന്നുമില്ല. നമ്മുടെ മൈക്കിളാണെങ്കിൽ രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് ചുമ്മാ എന്തായാലും ജോഗിങ്ങിന് പോകാനായിട്ട് എന്തായാലും സൈക്കിളോട് ഇറങ്ങിയപ്പോൾ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വലിയൊരു പേപ്പറൊക്കെ കിടക്കണം. മൈക്കിൾ ആ ചുമ്മാ ഒരു പേപ്പർ എടുത്തൊന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് മൈക്കിളുടെ വീടിൻ്റെ ആ ഒരു മൈക്കിളുടെ ആ ഒരു റൂമിൻ്റെ ആ ഒരു സൈഡിലുള്ള ആ ഒരു ഡ്രസ്സിങ് റൂമിൽ നടക്കുന്ന ഒരു സീക്രട്ട് ബേസ് കണക്കുണ്ട്. അപ്പോൾ ഈ ഒരു സീക്രട്ട് ബേസ് ആരുണ്ടാക്കിയെന്ന് ഒരു ഐഡിയ തന്നെ ഇല്ല. നമ്മളെ മൈക്കിൾ തന്നെ അറിയണം. ഓക്കെ, മൈക്കിൾ പറയണമെന്ന് വെച്ചാൽ എന്തൊക്കെയോ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാൽ ആ ഒരു സീക്രട്ട് ബേസുകളൊക്കെ തുറക്കാൻ പറ്റുള്ളതെന്നാണ് നമ്മുടെ മൈക്കിൾ അതൊക്കെ പറയണം. എന്താണ് ടാസ്ക് എന്ന് നമുക്കൊരു ഐഡിയ ഒന്നുമില്ല. അത് അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും നമ്മുടെ BMW എടുത്ത് നേരെ മൈക്കിളിൻ്റെ വീട് വരെ എന്തായാലും ഒന്ന് പോകാൻ കേസ്. ഓക്കെ, ആ ഒരു സീക്രട്ട് ബേസ് തുറന്നു കഴിഞ്ഞാൽ എന്ത് സംഭവമാണെന്നൊരു ഐഡിയ ഒന്നുമല്ല. അതിന് വല്ല സൂപ്പർ കാറോ അങ്ങനെയെല്ലാം ഉണ്ടാവുമായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും മൈക്കിളിൻ്റെ വീട് വരെ ഒന്ന് പോകാം കേസ്. തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് നമ്മളെന്തായാലും എത്തിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്കിളിൻ്റെ വീടെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ BMW കൊണ്ട് നേരെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് എന്തായാലും വന്നിട്ടിടാം. എന്തായാലും ഈ ഒരു വണ്ടി ജസ്റ്റ് എന്തായാലും എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിടാം കേസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് വിശദമായിട്ടൊന്ന് നോക്കാം കേസ്. ഓക്കെ, എന്നാലും എങ്ങനെയാണ് മൈക്കിളിൻ്റെ വീട്ടിൽ ആ ഒരു സീക്രട്ട് ബേസ് വന്നതെന്നാണ് എനിക്ക് അറിഞ്ഞിടാത്തത്. ഓക്കെ, മൈക്കിൾ സത്യം പറഞ്ഞാൽ അവിടെ സീക്രട്ട് ബേസ് ഒന്നും തന്നെ പണിഞ്ഞിട്ട് എന്തായാലും ഇല്ല. ഓക്കെ, ഒരു ഫ്രീ ആയിട്ട് ഇടുന്ന സ്പേസ് എന്നാണ് എന്തായാലും പറയണത്. ഓക്കെ, പക്ഷെ അത് തുറക്കാൻ മൈക്കിളിലും പറ്റണില്ലെന്നാണ് കേസ് പറയണത്. ഓക്കെ, ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലേ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ ഈ BMW തൽക്കാലത്ത് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തെന്നാലും ഇടാം. ഞാൻ ഇവിടെ ഒതുക്കിയിടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് എന്തായാലും കൊണ്ടുവന്നത്. ഓക്കെ, ഇവിടെ പിന്നെ മൈക്കിളിൻ്റെ ബാക്കി വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഈ വണ്ടി ഒതുക്കിയിട്ട് മൈക്കിളിനോട് തന്നെ ചോദിച്ചോക്കെ എന്താണ് സംഭവം ടാസ്ക് എന്നൊക്കെ. എന്തായാലും നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും പാർക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും വന്നിട്ട് നമ്മുടെ മൈക്കിളിനോട് നമ്മളങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ മൈക്കിൾ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മൈക്കിളിൻ്റെ വീടിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ മൈക്കിളിൻ്റെ റൂമുകളൊക്കെ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്കിളിൻ്റെ റൂമെന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് തന്നെയാണ് ഗൈസ് മൈക്കിളിൻ്റെ റൂം. ഓക്കെ, ഇത് തന്നെയാണ് മൈക്കിളിൻ്റെ റൂം. മൈക്കിളിൻ്റെ റൂമിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ കുറേ ഒരു അലമാര പോലെ ഉണ്ട്. പക്ഷേ ഈ സൈഡിലായിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് റൂമുകളൊക്കെ എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതാണ് ഡ്രസ്സിങ് റൂം എന്ന് പറയണത്. ഓക്കെ, ഈ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ ഇവിടെ ആയിട്ടാണ് ഒരു സീക്രട്ട് ബേസ് ഉള്ളതെന്നാണ് എന്തായാലും ആ ഒരു പേപ്പറിൽ കണക്ക് എഴുതിയിരിക്കണമെന്നാണ് പറയണതെന്ന് വെച്ചാൽ. ഓക്കെ, എടാ ഫ്രാങ്ക്ലിന് നമ്മളെങ്ങനെയുടെ ആ ഒരു സീക്രട്ട് ബേസ് കണ്ടുപിടിക്കുമോ? എനിക്കൊരു ഐഡിയ ഒന്നുമില്ലല്ലോ എൻ്റെ പൊന്നെ. എനിക്ക് തന്നെ അറിയണം എൻ്റെ വീട്ടിൽ സീക്രട്ട് ബേസ് ഉള്ള കാര്യം. എന്നാലും ആരാണ് എന്തായാലും ഇങ്ങനത്തെ സീക്രട്ട് ബേസൊക്കെ ഇവിടെ കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ ആടാ മൈക്കിൾ. അതാണ് എനിക്ക് അതിശയമായിട്ട് തോന്നണം. എന്തായാലും ആ പേപ്പറിങ്ങിതാ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ അതിൽ എന്താണ് ടാസ്ക് കൊടുത്തിരിക്കണേന്ന്. ടാസ്ക് ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന ആ ഒരു ടാസ്കുകളൊക്കെ നമ്മൾ നൈസായിട്ട് നല്ല വായിച്ചെന്നാലും നോക്കി. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി സീനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് എന്തായാലും ആ ഒരു സീക്രട്ട് ബേസുകളൊക്കെ എന്തായാലും തുറക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, എന്താണ് ടാസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലും കാര്യങ്ങളൊക്കെ ഗൈസ് ഒരു ഗോൾഡൻ ഫോർഡ് മസ്താങ് കാര്യങ്ങളൊക്കെ എന്തായാലും കിടക്കുകയാണ് ഗൈസ്. ഓക്കെ, ഒരു ഗോൾഡൻ ഫോർഡ് മസ്താങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഫോർഡ് ഗോൾഡൻ മസ്താങ്ങുകളൊക്കെ നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും അടിച്ച് മാറ്റണമെന്നാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ടാസ്കിലുകളൊക്കെ എന്തായാലും പറഞ്ഞേക്കണം. ഓക്കെ, നമ്മൾ ആ ഒരു വണ്ടികളൊക്കെ അടിച്ച് മാറ്റിയിട്ട് നേരെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇടണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സീക്രട്ട് ബേസുകളൊക്കെ നമുക്ക് എന്തായാലും തുറക്കാനായിട്ട് പറ്റുമെന്നാണ് എന്തായാലും പറയണത്. ഓക്കെ, ചുമ്മാ അടിച്ച് മാറ്റിയിട്ട് ഇവിടെ കൊണ്ട് ഇട്ടാൽ പോരാ, അടിച്ചു മാറ്റി അവിടെ കൊണ്ട് ഇട്ടിട്ട് നേരെ ആ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ ഫ്രണ്ടിൽ എന്തായാലും പോയി നിൽക്കണം കേസ്. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടെലിപ്പോർട്ട് ആവുമെന്നൊക്കെയാണ് പറയണത്. എന്താണെന്നൊരു ഐഡിയ തന്നെ ഇല്ല കേസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, എന്തായാലും എങ്ങനെയുള്ള ആ സീക്രട്ട് ബേസ് തുറക്കണം. ഓക്കെ, ആ സീക്രട്ട് ബേസ് ഒരിക്കലും തുറക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഗോൾഡൻ വണ്ടി സ്വന്തമാക്കാം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ട് കഴിഞ്ഞാൽ അതും നോക്കുന്നാലും സ്വന്തമാക്കാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അവിടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എന്തായാലും പോവാം. എന്നിട്ട് ആ ഒരു വണ്ടി നെക്സ്റ്റ് അടിച്ചു മാറ്റാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും ഫൈനലി നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലുകളൊക്കെ നമ്മളെന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. ഓക്കെ, ഗോൾഡൻ ഫോർഡ് മസ്താങ് എവിടെയാണ് അതൊക്കെ നമുക്ക് അതാണ് അടിച്ച് മാറ്റേണ്ടതെന്ന് വെച്ചാൽ അത് അടിച്ച് മാറ്റിയിട്ട് നേരെ അവിടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് എന്തായാലും പോകണം. ഓക്കെ,
എൻ്റെ പൊന്നെ എങ്ങനെയും നമുക്ക് ആ ഒരു സീക്രട്ട് ബേസ് ഒന്ന് തുറക്കണം കേസ്. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ വണ്ടികൾ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് എൻഡവർ ഉണ്ട്, അതുപോലെ ഒരു ഫോർച്യൂണർ ഉണ്ട്. യെസ് ഗായ്സ്, ഇതാണ് കേസ് ആ ഒരു ടാസ്കിൽ പറഞ്ഞ ഗോൾഡൻ ഫോർഡ് മസ്റ്റാഗ്. ഓക്കെ, നമുക്ക് ഈ ഒരു വണ്ടി മാത്രം എടുത്താൽ മതി കേസ്. ഓക്കെ, വേറെ ഒന്നും തന്നെ ചെയ്യണ്ട. ഓക്കെ, ഈ ഒരു വണ്ടി എടുത്ത് നേരെ അവിടെ കൊണ്ടുപോകുമ്പോൾ ആ സാധനം ലോക്ക് മാറുമെന്നാണ് എന്തായാലും പറയണം. ഓക്കെ, എന്തായാലും നമുക്കൊന്നാലും നോക്കാം. ഭാഗ്യ ഈ വണ്ടി ലോക്കല്ലായിരുന്നെങ്കിൽ, ലോക്കായിരുന്നെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് തല്ലി പൊട്ടിക്കേണ്ടി വരുമായിരുന്നു. ഓക്കെ, നമുക്കത് ഇത് എടുത്തുകൊണ്ട് നേരെ അവിടെ മൈക്കിളുടെ വീട്ടിലോട്ട് എന്തായാലും പോവാം. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ആ ഒരു ഏതാണ് സീക്രട്ട് ബേസ് എന്തായാലും തുറക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഒരു ഗോൾഡൻ കാർ കിട്ടിയ കേസൊക്കെ അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, ആ സീക്രട്ട് ബേസ് തുറക്കാൻ പറ്റിയ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഓക്കെ, അതിൻ്റെ അത് എന്തെങ്കിലും ഉണ്ടെന്നൊരു ഐഡിയ ഒന്നുമില്ല. എന്നാലും എങ്ങനെയാണ് നമ്മുടെ മൈക്കിളുടെ വീട്ടിൽ ഒരു സീക്രട്ട് ബേസ് വന്നത്? ഓക്കെ, നമ്മുടെ മൈക്കിളുടെ വീട്ടിലെ സീക്രട്ട് ബേസ് ഒന്നും തന്നെ ഇല്ലാത്തതാണ്. എന്നിട്ട് എവിടെ നിന്നാണ് എന്തോ വന്നത്? ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും നേരെ മൈക്കിളുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി കേസ് നമ്മുടെ ഈ ഒരു ഗോൾഡൻ ഫോർഡ് മസ്റ്റാങ് കൊണ്ട് നേരെ കേസ് നമ്മളെന്തായാലും നമ്മുടെ മൈക്കിളുടെ വീട്ടിലോട്ട് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്ന് നേരെ എന്തായാലും ഈ ഒരു മസ്റ്റാങ്ങളൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാം കേസ്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടി അടിച്ചു തരുന്നുണ്ട്. ഇനി എന്തായാലും ആ ഒരു ഏതാണ് സീക്രട്ട് ബേസുകളൊക്കെ നൈസായിട്ട് എന്തായാലും നമുക്ക് തുറക്കാൻ പറ്റുമായിരിക്കും. എൻ്റെ അടുത്ത് പോയി നിൽക്കണം. അപ്പോൾ നമ്മൾ ടെലിപ്പോർട്ട് ആവുമെന്നാണ് എന്തായാലും പറയണം. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും ഈ ഒരു വണ്ടി ഇവിടെ ഇപ്പം മൈക്കിളുടെ ഗരാജിൽ നമുക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതുവഴി നേരെ വീടിൻ്റെ അകത്ത് കയറാം. എടാ മൈക്കിളേ, എവിടെയാടാ നീ? എടാ ഫ്രാങ്ക്ലിനോ, നീ വന്നാടാ? നീ ആ വണ്ടി അടിച്ചു മാറ്റിയാ? ആടാ മൈക്കിളേ, ആ വണ്ടിയൊക്കെ അടിച്ചാട്ടി നീ പെട്ടെന്നാ ആടാ. ഒരു മിനിറ്റാ. നീ പൊയ്ക്കോ. ആ ടാസ്കിൽ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. വണ്ടി നീ എവിടെയാണ് പാർക്ക് ചെയ്തത്? എടാ വണ്ടി ഞാൻ നിൻ്റെ ഗറാജിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടാസ്കിൽ പറഞ്ഞു വെച്ചാൽ ആ ഒരു വണ്ടികളൊക്കെ വെളിയിൽ പാർക്ക് ചെയ്തിട്ട് നേരെ ആ ഒരു സീക്രട്ട് ബേസിൻ്റെ അടുത്ത് വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും തന്നെ നടന്നില്ല. അതെന്താ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് അപ്പോൾ ആ ഒരു സീക്രട്ട് ബേസ് എന്ന് പറയണം. ഓക്കെ, നമ്മളാണെങ്കിൽ ഈ ഒരു സീക്രട്ട് ബേസിലോട്ട് ടെലിപ്പോർട്ട് ആയിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൈക്കിളുടെ വീടിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സീക്രട്ട് ബേസ് വന്നതെന്നൊരു ഐഡിയ തന്നെയില്ല. ഓക്കെ, ഇവിടെ ഒരു കട്ടിലുണ്ട്, അതേപോലെ തന്നെ ഇവിടെയാണ് ഒരു സോഫയാണ്. ഞാൻ വിചാരിച്ച നല്ല ഡയമണ്ടും ഗോൾഡും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ഇല്ല. ഒരു വണ്ടിയോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല കേസ്. ഓക്കെ, ഇത് ഇത്രയും എന്തായാലും ഉള്ളൂ. ഒരു ചെറിയൊരു സീക്രട്ട് ബേസ് ആണ്. എന്തായാലും ആരാണെന്ന് ഉണ്ടാക്കിയത് മൈക്കിളുടെ വീടിൻ്റെ മണ്ടൊക്കെയാണ്. എന്തായാലും ഇവിടെ ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും പോവാം കേസ്. ഓക്കെ, എന്തായാലും നമ്മളെന്തായാലും മൈക്കിളുടെ വീടിൻ്റെ അടിയിലുള്ള ഈ ഒരു സീക്രട്ട് ബേസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. ഓക്കെ ഗൈസ്, ആ ഒരു സീക്രട്ട് ബേസിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്തായാലും ചുമ്മാ എന്തായാലും നമ്മൾ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നൈസായിട്ട് എന്തായാലും ഇറങ്ങി ചെയ്തു. ഓക്കെ, എന്തായാലും ഈ ഒരു ഗോൾഡൻ വണ്ടി നൈസായിട്ട് നമ്മളങ്ങ് എടുക്കാനായിട്ട് പോകണം. ഓക്കെ, ഇതിന് നമ്മുടെ വണ്ടി എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, ഈ ഒരു ഗോൾഡൻ വണ്ടി നമ്മൾ എടുക്കാനായിട്ട് അങ്ങ് പോവുകയാണ്. ഓക്കെ, നമ്മുടെ ആ ഒരു ഏതാണ് BMW എന്നൊക്കെ എന്തായാലും അവിടെ എന്തായാലും കിടക്കണം. അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും വന്ന് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള കേസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോകളൊക്കെ തന്നെയായിരുന്നു കേസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ആരെങ്കിലും നമ്മുടെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കണും കൊണ്ട് തന്നെ വിളിച്ചത് വീഡിയോസ് എനിക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ അറിയുമ്പോഴാവുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.